ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ 2ാം ദിവസമാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് വടക്കാഞ്ചേരിയിലെ PWD ഗസ്റ്റ് ഹൗസിലായിരുന്നു. അവിടുന്ന് രാവിലെ തന്നെ പുറപ്പെടുവാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് ഉത്രാലിക്കാവ് ക്ഷേത്രത്തിലേക്കാണ്. അതിപരാശക്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഒരു വയലിൻ്റെ നടുക്കൊരു ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള റെയിൽ പാളവും ട്രെയിൻ പാസ് ചെയ്തു പോകുന്ന സീനറിയും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. ഇവിടെ നെല്ല് നന്നായിട്ട് വിളഞ്ഞ് കിടക്കുമായിരുന്നു. ഒരു ഭാഗത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് വാഴാലിയിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. നെല്ലെല്ലാം നല്ല പച്ചക്കളർ, നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ഒരുപാട് സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് ഈ ഒരു ഭാഗമൊക്കെ, ഈ നെൽവയലും ആ ഒരു വീടും. പിന്നെ എൻ്റെ ബാക്കിലായിട്ട് ഭാരതപ്പുഴയുടെ മണൽപ്പരപ്പും. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം. പക്ഷെ ഞങ്ങൾ വന്നപ്പം കുറച്ച് വൈകി, നല്ല വെയിലായിരുന്നു. എന്നാലും ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ നിന്നിട്ടാണ് കേട്ടോ പോയത്. ആദ്യമായിട്ടാണ് മക്കൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഒരുപാട് നേരം അവിടെ ഇവർ എൻജോയ് ചെയ്തു. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭാരതപ്പുഴയുടെ സൈഡിലേക്ക് പോയത്. അവിടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പിള്ളേർ ഇതുവഴി നടക്കുന്നതല്ലാതെ അങ്ങോട്ട് പോയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പോയപ്പോഴത്തേക്ക് പരന്നൊഴുകുന്ന വെള്ളവും നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ മണൽപ്പരപ്പ്, അത് അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി, നമ്മൾ സിനിമയ്ക്കകത്ത് പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ പരന്നൊഴുകുമായിരുന്നു കുറച്ച് ഭാഗം. അതിലേക്ക് കുറച്ച് നേരം ഇറങ്ങി നടന്ന് നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു ചൂടത്ത് വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര സുഖമായിരുന്നു. അങ്ങനെ അവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണേ. അടുത്ത ഞങ്ങൾ വന്നേക്കുന്ന വരിക്കാശ്ശേരി മനയിലാണ്. ഒരുപാട് കാലമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണിത്. നമ്മൾ സിനിമയ്ക്കകത്തൂടെ കണ്ടിട്ടുള്ള, ലാലേട്ടൻ്റെ പല സിനിമയ്ക്കകത്തും കണ്ടിട്ടുള്ളൊരു സ്ഥലമല്ലേ ഇത്. അത്രയേറെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വന്നപ്പോഴും അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എത്ര നേരം സ്പെൻഡ് ചെയ്തിട്ടും അവിടുന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കൊതി തീരാതെയാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. പിന്നെ ഇന്നത്തെ ഒരു യാത്ര ഇവിടെ അവസാനിക്കുവാണേ, വൈകുന്നേരമായി. അപ്പോൾ ഇനിയുള്ള പാലക്കാടൻ കാഴ്ചകൾ നാളത്തേക്ക് മാറ്റി വെച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവാണേ.